ഹലോ മക്കളെ, നമ്മളിന്ന് കെമിസ്ട്രിയിലെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് മക്കളെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് 1 by 1 എല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാഠത്തിലേക്ക് കടക്കാം. മക്കളെ, ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ടേബിളിനെ പറയുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 1 by 1 നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ മൊത്തമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, സോ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യമായിട്ട് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പീരിയോഡിക് ടേബിൾ വരുന്നതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ ജസ്റ്റ് മുന്നേ വന്നൊരു പീരിയോഡിക് ടേബിൾ ഉണ്ട്. നമുക്കിതിനെ മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് ഇതിനെ വിളിക്കാറ്. ആ മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, അതായത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമിന് വരാറുണ്ട് ഇതിൽ ചോദ്യങ്ങൾ. അത് നമുക്കൊന്ന് പോയിൻ്റാക്കി പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് ഓഫ് മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ. അതിൽ ഞാൻ ബ്രാക്കറ്റിൽ മെറിറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ് ആണ്. നമ്മളിതിലാകെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിൻറ്റ്സിനെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ മെറിറ്റ്സ് പോയിൻറ്റുകൾ ചെയ്തിട്ടുള്ളത്. ഈ മെറിറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ പീരിയോഡിക് ടേബിളിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിൻറ്റ്, എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തത്. സെക്കൻഡ് പോയിൻറ്റ്, എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു? സെയിം ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തു. പിന്നെ ഗ്യാപ്സ് വർ ലെഫ്റ്റ് ഫോർ അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ്. അദ്ദേഹം ഇനി കണ്ടെത്താനുള്ള എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് പീരിയോഡിക് ടേബിളിനുള്ളിൽ എന്ത് ചെയ്തിരുന്നു? ചില ഗ്യാപ്സ് അതിനായിട്ട് വാക്കൻ്റ് ആക്കി വെച്ചിരുന്നു. സോ പിന്നീട് അത് കണ്ടെത്തുകയാണെങ്കിൽ അതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു പീരിയോഡിക് ടേബിളിലേക്ക് അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഗ്യാപ്പുകളെല്ലാം ചെയ്തിരുന്നത്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ് ആണ്. അതുപോലെ ഹി പ്രെഡിക്റ്റഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ്. ഇനി ഇതുവരെയൊക്കെ ആ സമയത്ത് കണ്ടെത്താത്ത എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ സമയങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? പ്രെഡിക്ഷൻ നടത്തിയിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു എലമെൻറ്റ്സ് വരാം എന്ന രീതിയിലൊക്കെ പ്രെഡിക്ഷൻ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ലാസ്റ്റ് പോയിന്റ്, ദ ടേബിൾ കൺസിസ്റ്റ് ഓഫ് 8 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ്. ഇത് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. സോ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ 8 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ടായിരുന്നു. ദെൻ ആ സമയത്ത് ആകെ ടോട്ടൽ 63 എലമെൻറ്റ്സ് മാത്രമേ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റേഷൻ ആണ്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിമെറിറ്റ്സ് ഓഫ് മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ. വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഡിമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹത്തിന് ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിന് ഒരു പൊസിഷൻ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. സെക്കൻഡ് പോയിന്റ്, പൊസിഷൻ ഓഫ് ഐസോട്ടോപ്പാണ്. ഐസോട്ടോപ്പുകളുടെ പൊസിഷൻ പറയാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു ഐസോട്ടോപ്സും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിരുന്നില്ല. പിന്നെ ലാക്ക് ഓഫ് ക്ലാരിഫിക്കേഷൻ അബൌട്ട് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിനെ കുറിച്ചും നോൺ മെറ്റൽസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലൂടെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിരുന്നില്ല. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇറഗുലാരിറ്റി ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അദ്ദേഹം അറിയാതെ ഒരേ ഗ്രൂപ്പിൽ എന്ത് ചെയ്തിരുന്നു? ചില ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സിനെയും കൂടി അറിയാതെ അദ്ദേഹം അറേഞ്ച് ചെയ്തിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഡിമെറിറ്റ്സ്. അപ്പോൾ ഈ രണ്ട് കേസിൽ നിങ്ങളൊരു 3 പോയിൻറ്റ്സ് വീതം എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ മക്കളെ കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയത്. ടോട്ടൽ എലമെൻറ്റ്സ് 118 ആണ്. പിന്നെ അദ്ദേഹം എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തത് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സ് ഉണ്ടായിരുന്നു. ദെൻ 4 ബ്ലോക്കുകളുണ്ട്, SPDF. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ മക്കളെ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ്. ഇതിനെല്ലാം അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ SNP ബ്ലോക്ക് എലമെൻറ്റ്സിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ബ്ലോക്കിൽ വരുന്ന എലമെൻറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതുപോലെ 4ാമത്തെ ബ്ലോക്ക് ആയിരുന്നു എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്കിലെ എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഈ ബ്ലോക്കിലാണ്
രണ്ട് സ്പെഷ്യൽ ആളുകളുള്ളത്. ഒന്ന് ലാന്തനോയിഡ്സ് ആണ്, രണ്ടാമത്തത് ആക്ടിനോയിഡ്സ്. ഇവർ രണ്ടുപേരും കാണപ്പെടുന്നത് എഫ് ബ്ലോക്കിലാണ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ചിത്രത്തിലേക്ക് വരാം. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും നമ്പേഴ്സ് കാണാം. 1 2 3 4 5 6 7, അതായത് ടേബിളിൻ്റെ മുകളിലായിട്ട് കാണാൻ പറ്റും. ഈ ഓരോ നമ്പറും റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഗ്രൂപ്പുകളെയാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്. 18 ഗ്രൂപ്പ്സ്. സാധാരണ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ട് കാണപ്പെടുന്ന കോളംസ്, വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്സ്. അങ്ങനെ ഇതുപോലെ എത്ര വെർട്ടിക്കൽ കോളംസ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ? 18. അപ്പോൾ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട് മക്കളെ? 18 ഗ്രൂപ്പ്സ് ഉണ്ട്. രണ്ടാമത് നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും റോമൻ റെപ്രസെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് 1 2 3 4 5 6 7. ഈ 7 മക്കളെ ഇതിന് പറയുന്ന പേരാണ് പീരീഡ്സ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ്. ഹൊറിസോണ്ടൽ റോസ് പ്രസൻറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾസ് ആർ നോൺ ആസ് പീരീഡ്സ്. ദർ ആർ ടോട്ടൽ 7 പീരീഡ്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇനി നമ്മളിതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഓരോ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്തായിട്ട് കാണാം. ഈ ഏകദേശം ഒരു ബ്രൗൺ കളറിൽ കാണപ്പെടുന്നതൊക്കെ ഗ്യാസുകളാണ്. അതിൽ പെട്ടതാണ് ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ എക്സെട്ര. പിന്നെ ഒരു സ്കൈ ബ്ലൂ കളറിൽ കാണാൻ പറ്റും, അവരൊക്കെ ലിക്വിഡ്സ് ആണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന എലമെൻസ് ആണ്. ദെൻ ഓൾസോ അവിടെ നിങ്ങൾക്ക് ഒരു സിന്തറ്റിക് എലമെൻസിൻ്റെ ഒരു കളേഴ്സും കൂടി കാണാൻ സാധിക്കും. പിന്നെ ബാക്കി വേറെ കളേഴ്സൊന്നും റെപ്രസെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന എലമെൻസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കാറ്. റെഡിയാണല്ലോ? ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കിതിലെ ബ്ലോക്സ് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ 4 ബ്ലോക്കുകളുണ്ട്, എസ് പി ഡി എഫ്. ആ 4 ബ്ലോക്കുകളെ നമുക്കൊന്ന് പഠിക്കാം. ഞാൻ ആദ്യമായിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനെ ഞാൻ ഒരു ചെറിയൊരു ബോക്സിലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ബ്ലോക്കിന് പറയുന്ന പേരാണ് എസ് ബ്ലോക്ക്. ഈ ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക്. അപ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആണ്. ദെൻ പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13 to 18, 13 മുതൽ 18 വരെ വരുന്ന ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. ഈ എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിൽ വരുന്ന 3 മുതൽ 12 വരെ വരുന്ന ഗ്രൂപ്പുകളെ പറയുന്ന പേരാണ് ഡി ബ്ലോക്ക്. ഈ ഡിക്കും ഡി ബ്ലോക്കിന് താഴെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ താഴെ കാണപ്പെടുന്ന ഒരു ബ്ലോക്കാണ് എഫ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 ബ്ലോക്സ്: എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ് ഉണ്ട്. ഈ 18 ഗ്രൂപ്പിന് ഓരോ പേരുകളുണ്ട്. ആ ഗ്രൂപ്പുകളുടെ പേരുകൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മക്കളെ, ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പാണെങ്കിൽ അതിൻ്റെ പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള എലമെൻസിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതുപോലെ അതിനുശേഷം വരുന്ന 13ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ബോറോൺ ഫാമിലി എന്നാണ്. 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ ഫാമിലിയാണ്. 15ാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് നൈട്രജൻ ഫാമിലിയാണ്. 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലിയാണ്. 17ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഹലജൻസ് എന്ന് വിളിക്കും. ആൻഡ് 18ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് നോബിൾ ഗ്യാസസ്. ഓക്കെ, ഈ ഒരു നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമുക്ക് എടുത്ത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മോഡേൺ പീരിയോഡിക് ലോ. ഏകദേശം 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഫിഗർ കാണാം. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നതാണ് ഹെൻറി മോസ്ലി. ഇദ്ദേഹമാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫൗണ്ടർ. അക്കോർഡിംഗ് ടു ഹിം അദ്ദേഹം മോഡേൺ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടൊരു ലോ റിലീസ് ചെയ്തിരുന്നതാണ് മോഡേൺ പീരിയോഡിക് ലോ. അതെങ്ങനെയാണ് പറയുന്നത്? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് നമ്പേഴ്സ്. അത് സിമ്പിളായി പഠിക്കാനുള്ളത് മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എലമെൻറ്റ്സ് വിത്ത് സെയിം പ്രോപ്പർട്ടീസ് അറേഞ്ച്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതുപോലെ ഈ അറേഞ്ച്ഡ് എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. ദർ ഈസ് നോ ഇറഗുലാരിറ്റി ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇറഗുലാരിറ്റി ഉണ്ടായിരുന്നില്ല. എലമെൻറ്റ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ സെയിം പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സിനെല്ലാം അദ്ദേഹം എവിടെ അറേഞ്ച് ചെയ്തു? സെയിം ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തു. ഇതൊക്കെയാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ്. നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ഗ്രൂപ്പ് എലമെൻസിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്കറിയാം മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ നോൺ ആസ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അത് നമ്മൾ ഗ്രൂപ്പ് വൈസ് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 13 to 18 ആർ നോൺ ആസ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഈ ഒരു ഗ്രൂപ്പിൽ, അതായത് എസ് ആൻഡ് പി ബ്ലോക്കിൽ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ എലമെൻറ്റ്സ് 3 സ്റ്റേറ്റിലും കാണപ്പെടുന്നുണ്ട്.
സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതുപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, ഓൾസോ ദേ കണ്ടെയ്ൻ മെറ്റലോയിഡ്സ്. പിന്നെ ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏതൊക്കെയാണ് മെറ്റൽസ്, ഏതൊക്കെയാണ് നോൺ മെറ്റൽസ്, ഏതൊക്കെയാണ് മെറ്റലോയിഡ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. മെറ്റൽസിന് എക്സാമ്പിളായിട്ട് വരുന്നത് സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം, ടിന്ന്, ലെഡ് എന്നിവയാണ്. നോൺ മെറ്റൽസിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. മെറ്റലോയിഡ്സിന് എക്സാമ്പിളാണ് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക് ആൻഡ് ആൻറ്റിമണി. ഓക്കെ, ഇനി എന്താണ് മെറ്റലോയിഡ്സ് എന്ന് പഠിക്കാം. മക്കളെ, മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന എലമെൻസിനെ പറയുന്ന പേരാണ്, അതായത് രണ്ട് പ്രോപ്പർട്ടീസും ഒരേ സമയം കാണിക്കുന്ന എലമെൻസിനെ പറയുന്ന പേരാണ് എന്ത്? മെറ്റലോയിഡ്സ്. എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി. ഇനി നമുക്കൊരു മെയിൻ ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ, മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആ മെയിൻ ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കാം. റെഡിയല്ലേ? ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എസ് ബ്ലോക്ക്, അതായത് മെയിൻ ഗ്രൂപ്പിലെ ഫസ്റ്റ് ബ്ലോക്ക് ഏതാണ്? എസ് ബ്ലോക്ക് അല്ലേ? എസ് ബ്ലോക്കിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക? ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. അപ്പോൾ ഒരു പോയിന്റ് പറയുന്നുണ്ടെന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് 1 or 2, അവസാനത്തെ ഷെല്ലിൽ 1 or 2 ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ then the element is belong to S block. അപ്പോൾ ആ എലമെൻറ്റ് ഏത് ബ്ലോക്കിലെ എലമെൻ്റ് ആയിരിക്കും? എസ് ബ്ലോക്കിലെ എലമെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടെത്താൻ പറ്റുക? ആ സാഹചര്യം എസ് ബ്ലോക്കാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഗ്രൂപ്പ് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, എത്രയാണോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉള്ളത് അത് തന്നെയായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി പീരീഡ് കണ്ടെത്താൻ പറഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ പീരീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ആ തന്നിരിക്കുന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ എത്ര ഷെൽ ഉണ്ടെന്ന് ഒരു ഐഡിയ കിട്ടും. എത്രയാണോ ഷെല്ലിൻ്റെ എണ്ണം അതായിരിക്കും അതിൻ്റെ പീരീഡ് നമ്പർ. സോ പീരീഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെൽ. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുകയാണ് ഒന്നാമത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. കണ്ടാൽ തന്നെ അറിയാം ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് മക്കളെ? 1 അല്ലേ? അപ്പം ഇത് ഏത് ബ്ലോക്ക് ആയിരിക്കും? എസ് ബ്ലോക്കാണ്. ദെൻ നമുക്കിതിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്തണം. ഗ്രൂപ്പ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, എത്രയാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ? 1 അല്ലേ? സോ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 1 ആയിരിക്കും. പീരീഡ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടെത്താൻ പറ്റും മക്കളെ? പീരീഡ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഷെൽ ഉണ്ട് നോക്കുക. എത്രയാണോ ഷെല്ലിൻ്റെ എണ്ണം അത്രയും പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്കിവിടെ നോക്കാൻ പറ്റും ഷെല്ലിൻ്റെ എണ്ണം എത്രയാണ് മക്കളെ? 3 അല്ലേ? സോ പീരീഡ് എത്രയായിരിക്കും? 3 ആണ്. അതുപോലെയാണ് മറ്റ് എക്സാമ്പിൾസൊക്കെ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടേബിൾ കാണാൻ സാധിക്കും. ടേബിളിൽ ടോട്ടൽ 6 കോളംസ് ഉണ്ട്. ഒന്നാം എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം എന്നിവയാണ്. അതിൻ്റെ സിമ്പിൾ എഴുതാൻ പറയുന്നുണ്ട്. അറ്റോമിക് നമ്പർ എഴുതാൻ പറയുന്നുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ സിമ്പിൾ എന്താ മക്കളെ? കെ ആണ്. മഗ്നീഷ്യം ആണെങ്കിൽ അത് Mg ആയിരിക്കും. ഇതായിരിക്കും Mg. ഇനി സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. കാൽഷ്യത്തിൻ്റെതാണെങ്കിൽ അത് 20 ആണ്. റെഡി? ഇത് പ്രകാരം ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ സോഡിയം 281 എന്ന് വരും. സോ നമുക്കറിയാം ഈ ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലും ഫസ്റ്റ് 3 ലാസ്റ്റിൽ വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1 അല്ലേ? സോ അത് ഏത് ബ്ലോക്ക് ആയിരിക്കും? എസ് ബ്ലോക്കല്ലേ? എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനുള്ള ടെക്നിക്ക് എന്താ മക്കളെ? യെസ്, ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ എത്രയാണ്? 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പറും 1 ആണ്. അതുപോലെ 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 2 ആയിട്ടാണ് വരിക. അടുത്തതായിട്ട് ഇനി പി ബ്ലോക്കിലെ എലമെൻറ്റ്സ്, അതായത് മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എസ് ബ്ലോക്കും ഉണ്ട്, പി ബ്ലോക്കും ഉണ്ട്. എസ് ബ്ലോക്കിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പി ബ്ലോക്കിലെ ഒരു എലമെൻ്റാണ് തരുന്നതെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പും അതിൻ്റെ ബ്ലോക്കും, അതായത് എങ്ങനെയാണത്? പി ബ്ലോക്ക് ആണോ? പി ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് എത്രയാണ്? അതിൻ്റെ പീരീഡ് എത്രയാണ്? നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് ഗ്രേറ്റർ ദാൻ 2, നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് പി ബ്ലോക്കിലെ എലമെൻ്റ് ആയിരിക്കാം. പി ബ്ലോക്കിലെ എലമെൻ്റ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനുള്ള ടെക്നിക്ക് മക്കളെ ഒന്നുമില്ല. അത് ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്താണ്? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പ്ലസ് 10 ആണ്. എന്താണ്? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പ്ലസ് 10. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യം നോക്കാം. ഒന്നാമത്തെ കേസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 283 ആണ്.
നമുക്കറിയാം ലാസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്, അത് 2 കൂടുതലല്ലേ. അപ്പോൾ ബ്ലോക്ക് ഏതായിരിക്കും? പി ബ്ലോക്ക്. പി ബ്ലോക്ക് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പ്ലസ് 10 ആണ്. എത്രയാണ് മക്കളെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ? 3 അല്ലേ. സോ എന്തായിരിക്കും ഗ്രൂപ്പ് നമ്പർ? 10 + 3, ആൻസർ 13. ഇനി ഇതിൻ്റെ പീരീഡ് എങ്ങനെ കണ്ടെത്തുക നമ്മൾ? പീരീഡ് കണ്ടെത്താൻ നമുക്കൊന്നുമില്ല. ഈ എത്ര ഷെല്ലുണ്ട് നോക്കുക. 1 2 3 3 ഷെല്ലല്ലേ. അപ്പോൾ എത്രയാണോ ഷെല്ലിൻ്റെ എണ്ണം അത് തന്നെയായിരിക്കും അതിൻ്റെ പീരീഡ്. ഓക്കെ ആണല്ലോ. ഈ രീതിയിലാണ് മറ്റ് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കേസ് ബോറോൺ, അറ്റോമിക് നമ്പർ 5 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 3 ആണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 3 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 13. അടുത്ത കേസ് കാർബൺ ആണ്, അറ്റോമിക് നമ്പർ 6 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 4 എന്നായിരിക്കും. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൽ 4 ഇലക്ട്രോൺ ആണ്. നമുക്കറിയാം 2 കൂടുതലാണെങ്കിൽ ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്ക്. പി ബ്ലോക്ക് ആണെങ്കിൽ പിന്നെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്തുക? 10 + ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, ആൻസർ 14. ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 17 ആയിരിക്കും, ഇവിടെ 16 ആയിരിക്കും, ഇവിടെ 15 ആയിരിക്കും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. റെഡി? ഇനി ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 2.6ഉം ടേബിൾ 2.7ഉം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്കൊക്കെ അതൊന്ന് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മക്കളെ നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ 18ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? നോബിൾ ഗ്യാസസ്. ഇനി ഇവരാണ് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും സ്റ്റേബിൾ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരെ നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? നോബിൾ ഗ്യാസ് എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? ഇഫ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എൻ എലമെൻറ്റ് ഹാസ് 8 ഇലക്ട്രോൺ, അതായത് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, എക്സെപ്റ്റ് ഹീലിയം എന്ന് പറയുന്നുണ്ട്, ഹീലിയം ഒഴികെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നവരൊക്കെ ആരാണ്? നോബിൾ ഗ്യാസസ് ആണ്. എക്സാമ്പിൾ ഹീലിയം 2 ആണ് വരുന്നത്, പക്ഷേ അത് നോബിൾ ഗ്യാസ് ആണ്. നിയോൺ 28 ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടല്ലോ, സോ അത് നോബിൾ ഗ്യാസ് ആണ്. ആർഗൺ 288 ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത് നോബിൾ ഗ്യാസ് ആണ്. ക്രിപ്റ്റൺ 28 അപ്പം ഇവരും ആരാണ്? നോബിൾ ഗ്യാസസ് ആണ്. അത് പീരിയോഡിക് ടേബിളിൽ 18ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് നോബിൾ ഗ്യാസസ്. ഇനി ടെക്സ്റ്റിൽ ഒരു ചോദ്യം തരുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ്, അതിൻ്റെ സിമ്പിൾസ് ഒന്നും റിയൽ അല്ല. നമ്മുടെ ആദ്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറയുന്നത്. PQRS. പിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും മക്കളെ? 2 6. Q ആണെങ്കിലോ 2 8. R ആണെങ്കിലോ 2 8 2. S ആണെങ്കിലോ 2 8 8. ഇത് നോക്കിയിട്ട് നിങ്ങൾ പറ, ഏത് ഈ എലമെൻറ്റിലാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 8 ആയിട്ട് വരുന്ന കേസുകൾ? ഒന്ന് Q അല്ലേ, അടുത്ത ഏതാണ്? S ആണ്. റെഡിയാണല്ലോ. അങ്ങനെയാണ് ഇവിടെ ചോദ്യമുണ്ട്. വിച്ച് എമംഗ് ദീസ് ആർ നോബിൾ ഗ്യാസസ്? മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ആരൊക്കെയാണ് നോബിൾ ഗ്യാസസ്? എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നവരൊക്കെ ആരാണ്? നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ അത് പ്രകാരം ആരൊക്കെയാണ് നോബിൾ ഗ്യാസസ്? Q ആൻഡ് S. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെൻസിനെ കുറിച്ചാണ്. മെയിൻ ഗ്രൂപ്പ് എലമെൻസ് എന്ന് പറയുമ്പോൾ അത് S ബ്ലോക്കും P ബ്ലോക്കുമാണ് കേട്ടോ മക്കളെ. S ബ്ലോക്കും P ബ്ലോക്കിലെ എലമെൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും കണ്ടെത്താൻ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് D ബ്ലോക്കിലെ എലമെൻസിനെ കുറിച്ചാണ്. അവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. തേർഡ് കോമ്പൗണ്ടിൽ നമുക്ക് ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് കളേർഡ് കോമ്പൗണ്ട്സ്. കളേർഡ് കോമ്പൗണ്ട്സിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, ഇവിടെ ടോട്ടൽ 7 കളേർഡ് കോമ്പൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കെമിക്കൽ ഫോർമുലയും കളറും നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ കേസ് നിക്കൽ സൾഫേറ്റ്. നിക്കൽ സൾഫേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല വരുന്നത് NiSO4 ആണ്. NiSO4. അതുപോലെ അതിൻ്റെ കളർ വരുന്നത് മക്കളെ ഗ്രീനാണ്. കളർ വരുന്നത് ഗ്രീനാണ്. അടുത്ത് കോപ്പർ സൾഫേറ്റ്, CuSO4 എന്നാണ് അതിന് പറയുക കെമിക്കൽ ഫോർമുല. അതിൻ്റെ നിറം ബ്ലൂ കളറാണ്. ദെൻ കാൽഷ്യം കാർബണേറ്റ് കാക്കോ3 എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. CaCO3 എന്നാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. അതിൻ്റെ നിറം വൈറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിന് നമ്മൾ പറയുക KMnO4 എന്നാണ്. അതിൻ്റെ കളർ വരുന്നത് പർപ്പിളാണ്. കൊബാൾട്ട് നൈട്രേറ്റ് CONO3 ട്വൈസ് എന്നാണ് അത് വായിക്കുക. ട്വൈസ്, അതായത് ട്വൈസ് 2 തവണ കേട്ടോ. അതിൻ്റെ നിറം വരുന്നത് പെയിൽ റെഡ് ആണ്. ദെൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7, അതിൻ്റെ കളർ വരുന്നത് ഓറഞ്ച് ആണ്. ദെൻ ഫെറസ് സൾഫേറ്റ് FeSO4 ആണ്. അതിൻ്റെ നിറം പെയിൽ ഗ്രീൻ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് പഠിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. റെഡിയല്ലേ മക്കളെ? യെസ്. ഇതെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് പഠിച്ചു. ദെൻ ട്രാൻസിഷൻ എലമെൻറ്റുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് പഠിച്ചു. നമുക്ക് പഠിക്കാനുള്ള മക്കളെ F ബ്ലോക്ക് എലമെൻറ്റ്സിലെ കുറച്ച് കാര്യങ്ങളാണ്. F ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ബ്ലോക്കാണ്. അതിൽ ഈ ഒന്നാമത്തെ ഹൊറിസോണ്ടൽ റോനെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്ന് പറയുമ്പോൾ ആ എലമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്
57 മുതൽ 71 വരെയാണ്. ഇതിനെ ലാന്തനം ടു ലുട്ടീഷ്യം എന്നാണ് ഇതിന് പറയുക. ദെൻ അതിന് താഴെ വരുന്ന ഹൊറിസോണ്ടൽ റോസിനെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡ്സ്. ഇവർ രണ്ടുപേരും കാണപ്പെടുന്നത് ഏത് ബ്ലോക്കാണ്? എഫ് ബ്ലോക്ക്. ആക്ടിനോയിഡ്സ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 89 ആക്ടീനിയം മുതൽ 103 ലോറൻഷ്യൻ വരെയാണ്. ടോട്ടൽ 2 ലാന്തനോയിഡ്സിലും ആക്ടിനോയിഡ്സിലും നമുക്ക് 14 എലമെൻസിനെ കാണാൻ പറ്റും. പിന്നെ ഈ ലാന്തനോയിഡ്സിന് നമ്മൾ പൊതുവെ വിളിക്കുന്നൊരു പേരുണ്ട്, റയർ എർത്ത് എലമെൻറ്റ്സ് എന്നാണ് അവർ അറിയപ്പെടാറ്. അതുപോലെ ആക്ടിനോയിഡ്സിൽ യുറേനിയത്തിന് ശേഷം, അതായത് 92 ശേഷം വരുന്ന 93 മുതൽ 103 വരെ വരുന്ന എലമെൻസിനെ നമ്മൾ മാൻ മെയ്ഡ് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കാറ്. അതെല്ലാം ലബോറട്ടറിയിൽ ഹ്യൂമൻ ബീയിങ്സ് കണ്ടെത്തിയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അവരെ എന്ത് വിളിക്കുന്നത്? മാൻ മെയ്ഡ് എലമെൻറ്റ്സ് ആണ് അവർ അറിയപ്പെടുന്നത്. മാൻ മെയ്ഡ് എലമെൻറ്റ്സ് ആരാണ്? അപ്പം യെസ്, ആക്ടിനോയിഡ്സിൽ യുറേനിയത്തിന് ശേഷം വരുന്ന എലമെൻറ്റ്സിന് പറയുന്ന പേരാണ് മാൻ മെയ്ഡ് എലമെൻറ്റ്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാവരും ശരിക്കും എന്തുകൊണ്ടാണ് ഈ ബ്ലോക്ക് വന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? എഫ് ബ്ലോക്ക്. ശരിക്കും ഈ എലമെൻറ്റ്സ് എല്ലാം വരേണ്ടിയിരുന്നത് ഡി ബ്ലോക്കിലായിരുന്നു ഈ എലമെൻറ്റ്സ് വരേണ്ടിയിരുന്നത്. അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്, സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെ നമ്മൾ താഴോട്ട് പീരിയോഡിക് ടേബിളിൻ്റെ താഴേക്ക് അറേഞ്ച് ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ 14 എലമെൻറ്റ്സിന് അവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഡിസോർഡർ ആവുമെന്ന് കരുതിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലോക്ക് കൊടുത്തിട്ടാണ് ഇവരെ പീരിയോഡിക് ടേബിളിൽ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പഠിക്കാനുള്ളത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകെ നമുക്കൊരു ട്രെൻഡ് പഠിക്കാനുള്ളൂ. അത് സൈസ് ഓഫ് ആറ്റമാണ്. ആറ്റത്തിൻ്റെ സൈസ്, ആറ്റത്തിൻ്റെ വലിപ്പം. ഈ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ പീരിയോഡിക് ടേബിളിൽ? പീരിയോഡിക് ടേബിൾ നമുക്കറിയാം 4 ബ്ലോക്ക് ഉണ്ട്, SPDF. അതുപോലെ 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ് ഉണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ എലോങ് എ പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അതായത് ഇപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, അതുപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ സൈസിന് എന്താണ് സംഭവിക്കുന്നത്? കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? അത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഡൗൺ ദ ഗ്രൂപ്പ്, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് ആറ്റത്തിൻ്റെ സൈസിന് എന്താണ് സംഭവിക്കുന്നത്? അതും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് പറയാൻ നമ്മളെ സഹായിക്കുന്നത് 2 ടോപ്പിക്സാണ്. ഒന്ന് ന്യൂക്ലിയർ ചാർജാണ്, രണ്ടാമത്തത് നമ്പർ ഓഫ് ഷെല്ലാണ്. ന്യൂക്ലിയർ ചാർജും നമ്പർ ഓഫ് ഷെല്ലും, ഈ 2 ടോപ്പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുൾ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അറിയാം എന്താണ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്. ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആറ്റം. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണത്തെയാണ് അത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടും എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻക്രീസസ്, ന്യൂക്ലിയർ ചാർജ് ഓൾസോ ഇൻക്രീസസ്. ഇനി രണ്ടാമത്തതാണ് നമ്പർ ഓഫ് ഷെൽ. നമ്പർ ഓഫ് ഷെൽ എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ എണ്ണമാണ്. എന്താണ് റിലേഷൻ? ഇവിടെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പഠിച്ചാൽ മതി. ന്യൂക്ലിയർ ചാർജ് അത് നമ്പർ ഓഫ് ഷെല്ലിനേക്കാൾ വലുതാണെങ്കിൽ, സോ വെൻ ന്യൂക്ലിയർ ചാർജ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഷെൽ, അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്താ സംഭവിക്കുക? ഡിക്രീസസ്. ഇനി അടുത്തത് ന്യൂക്ലിയർ ചാർജ് ലെസ് ദാൻ നമ്പർ ഓഫ് ഷെൽ ആണെങ്കിൽ, നമ്പർ ഓഫ് ഷെല്ലിനേക്കാളും ചെറുതാണ് ന്യൂക്ലിയർ ചാർജ് എങ്കിൽ ആറ്റത്തിൻ്റെ സൈസിന് എന്താ സംഭവിക്കുക മക്കളെ? ഇറ്റ് ഇൻക്രീസസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ആകെ പഠിക്കാനുള്ള ഒരു പീരിയോഡിക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് സൈസ് ഓഫ് ദി ആറ്റമാണ്. എന്താണ്? സൈസ് ഓഫ് ദി ആറ്റം. സൈസ് ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഇത് പീരീഡ് അല്ലേ? സോ ഇറ്റ് ഈസ് എലോങ് എ പീരീഡ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എലോങ് എ പീരീഡ് ആറ്റത്തിൻ്റെ സൈസിന് എന്താണ് സംഭവിക്കുന്നത്? ആറ്റത്തിൻ്റെ സൈസ് മക്കളെ ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ എലോങ് എ പീരീഡിൽ അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ആകുമ്പോൾ അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവും. പിന്നെ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല, ഷെല്ലിൻ്റെ എണ്ണം സെയിം ആയിരിക്കും ഒരു പീരീഡിൽ. അപ്പോൾ ഷെല്ലിൻ്റെ എണ്ണത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്പർ ഓഫ് ഷെല്ലാണോ ന്യൂക്ലിയർ ചാർജാണോ ഇവിടെ കൂടുതലായിട്ട് വരുന്നത്? ന്യൂക്ലിയർ ചാർജിൻ്റെ ഇഫക്റ്റിലേ കൂടുതലായിട്ട് വരിക. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഷെല്ലിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ആറ്റത്തിൻ്റെ സൈസിന് എന്താ സംഭവിക്കുക? ഇറ്റ് ഡിക്രീസസ്. റെഡിയാണല്ലോ? ഇനി അടുത്തത് പഠിക്കേണ്ടത് ഡൗൺ ദ ഗ്രൂപ്പ്. മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും ആറ്റത്തിൻ്റെ സൈസിന് എന്താണ് സംഭവിക്കുക? ഒറ്റ മക്കളെ ഇൻക്രീസസ്. അതായത് കൂടും, ആറ്റത്തിൻ്റെ സൈസ് എന്താവും? ഇൻക്രീസ് ആവും. അതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം? ഓക്കെ, താഴോട്ട് വരും തോറും ന്യൂക്ലിയർ ചാർജ് അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്, സോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ താഴോട്ട് വരും തോറും ഷെല്ലിൻ്റെ എണ്ണവും കൂടുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഷെല്ലാണ്, ഇത് സെക്കൻഡ്, തേർഡ് ഷെൽ, ഫോർത്ത് ഷെൽ. അത് പീരീഡിൻ്റെ എണ്ണം
പീരീഡ് ഇങ്ങനെ താഴോട്ട് വരുന്തോറും കൂടുന്തോറും ഷെൽ നമ്പറും കൂടുന്നുണ്ട്. അപ്പോൾ ഷെൽ നമ്പറും കൂടുതലാണ്, ന്യൂക്ലിയർ ചാർജും കൂടുതലാണ്. പക്ഷേ ഇവിടെ ന്യൂക്ലിയർ ചാർജിനേക്കാളും കൂടുതലായിട്ട് ഇഫക്റ്റ് വരിക നമ്പർ ഓഫ് ഷെല്ലിനാണ്. അപ്പോൾ ന്യൂക്ലിയർ ചാർജിനേക്കാളും വലുത് നമ്പർ ഓഫ് ഷെല്ലാകുന്ന സമയത്ത്, അതായത് ന്യൂക്ലിയർ ചാർജ് ലെസ് ദാൻ നമ്പർ ഓഫ് ഷെല്ലാണെങ്കിൽ അവിടെ ആറ്റത്തിൻ്റെ സൈസിന് എന്താണ് സംഭവിക്കുക? ഇൻക്രീസസ്. ഈ 2 പോയിൻ്റാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പോയിൻ്റ്. ഒന്ന്, എലോങ് എ പീരീഡ് സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ്. രണ്ടാമത്തെ പോയിൻ്റ്, ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്. ഓക്കെ, റെഡിയാണല്ലോ? സൈസ് ഓഫ് ദി ആറ്റം, എലോങ് എ പീരീഡ്, സൈസ് ഓഫ് എൻ ആറ്റം, എലോങ് എ ഗ്രൂപ്പ്, ഡൗൺ ദ ഗ്രൂപ്പ്, അതുപോലെ എലോങ് എ പീരീഡ്. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ആകെ ഒരു പീരിയോഡിക് ട്രെൻഡേ പഠിക്കാനുള്ളൂ, അത് സൈസ് ഓഫ് ആറ്റമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ടേംസാണ്. ഒന്ന് ന്യൂക്ലിയർ ചാർജ്, ഒന്ന് നമ്പർ ഓഫ് ഷെൽ. ഈ 2 പേരുടെയും ഒരു റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സൈസ് ഓഫ് ദി ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ന്യൂക്ലിയർ ചാർജാണ് നമ്പർ ഓഫ് ഷെല്ലിനേക്കാൾ വലുതെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് എന്താവും? ഡിക്രീസ് ആവും. അടുത്ത പോയിന്റ്, ന്യൂക്ലിയർ ചാർജ് നമ്പർ ഓഫ് ഷെല്ലിനേക്കാൾ ചെറുതാണെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആവും. റെഡിയല്ലേ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് എസ്എസിൻ്റെ വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പ് നമ്മുടെ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. ഓക്കെ.